നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സുന്ദരമായ ഉറപ്പുള്ള നിരയൊത്ത പല്ലുകൾ എങ്ങനെ സ്വായത്തമാക്കാം, ദന്ത സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ നൂതന ചികിത്സാ മാർഗങ്ങളെക്കുറിച്ച് അഥവാ കോസ്മെറ്റിക് ഡെന്റിസ്റ്റിയെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് ഇന്ന് മറുപടി പറയുന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് ഡെന്റൽ കോളേജിലെ കൺസൾട്ടീവ് ഡെന്റിസ്റ്റ് ആൻഡ് എൻഡോഡോണ്ടിക് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ മൃദുല പരമേശ്വരനാണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ, പല്ലുകളുടെ സൗന്ദര്യം ഉറപ്പാക്കുക, അതുപോലെ തന്നെ പല്ലുകൾ എങ്ങനെ സൗന്ദര്യത്തോടെ കാത്തു സൂക്ഷിക്കാം? ഭാഷയ്ക്ക് അതീതമായ ഒരു ആശയവിനിമയത്തിനും ഒരാളെ പ്രഥമദൃഷ്ടിയെ കാണുമ്പോഴുള്ള ഒരു പോസിറ്റീവ് ഇംപ്രഷൻ, സർവോപരി ഒരു വ്യക്തിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും എല്ലാത്തിനും ആകർഷണീയമായ പുഞ്ചിരിക്ക് വലിയൊരു സ്ഥാനമുണ്ട്. അപ്പോൾ നമ്മൾ കോസ്മെറ്റിക് ഡെന്റിസ്ട്രിയിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയുടെ പുഞ്ചിരി എങ്ങനെ പരമാവധി ആകർഷണീയമായി മാറ്റാം എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ ആദ്യത്തെ ഘട്ടം തുടങ്ങുന്നത് നമ്മളിൽ നിന്ന് തന്നെയാണ്. അതായത് ഓരോരുത്തരും അവരുടെ പല്ല്, അവരുടെ മോണ എത്ര ഭംഗിയായി സൂക്ഷിക്കുന്നു, പരിപാലിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ആദ്യ പടി. ഇതിൽ നമ്മൾ കൃത്യമായ ദന്തശുചീകരണം ശ്രദ്ധിക്കുക, കൃത്യമായ ദന്തപരിപാലനം, ആരോഗ്യവും സമീകൃതവുമായ ഭക്ഷണത്തിൻ്റെ ഉപയോഗം. കുട്ടികളാണെങ്കിൽ രക്ഷിതാക്കൾ അവർ ശ്രദ്ധിക്കേണ്ടതാണ്. ആദ്യത്തെ പല്ല് മുളച്ച് വരുന്നത് തൊട്ട് ദന്തപരിപാലനം തുടങ്ങുന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു വർഷത്തിൽ 1-2 തവണ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മളൊരു ദന്താരോഗ്യ വിദഗ്ധനെ കണ്ടിരിക്കണം. ഇതൊക്കെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് തുടങ്ങേണ്ട പല്ലുകളെ സുന്ദരമാക്കാനുള്ള ആദ്യത്തെ ഒരു പടി എന്ന് പറയുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ ദന്ത സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ ഒരു പുതിയ ചികിത്സാ മാർഗങ്ങൾ അത് എന്തൊക്കെയാണ്? അതുപോലെ തന്നെ ഈ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി, ആ ഒരു ചികിത്സാ രീതി അതെന്താണ്? കോസ്മെറ്റിക് ഡെന്റിസ്ട്രി എന്ന് പറയുന്നത് ദന്താരോഗ്യ പരിപാലനത്തിലെ ഒരു പ്രത്യേക സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഒരു ശാഖ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അനേകം സ്പെഷ്യാലിറ്റികളുടെ ഒരു സമന്വയമായിട്ടുള്ള ഇടപെടലാണ് ഇവിടെ ഉണ്ടാകുന്നത്. അതായത് ദന്തക്രമീകരണ വിഭാഗം, അതായത് ഓർത്തോഡോണ്ടിക്സ്, പിന്നെ കൃത്രിമ പല്ല് വെക്കുന്ന പ്രോസ്റ്റഡോണ്ടിക്സ് വിഭാഗം, പിന്നെ കൺസർവേറ്റീവ് ഡെന്റിസ്ട്രി, അതായത് നമ്മുടെ പല്ലുകൾ കേട് ആയ പല്ലുകളെ സൂക്ഷിക്കുക, റൂട്ട് കനാൽ തെറാപ്പി തുടങ്ങിയ കാര്യങ്ങൾ, മോണരോഗത്തിനെ ചികിത്സിക്കുന്ന പെരിയോഡോണ്ടിക്സ് വിഭാഗം, പിന്നെ എല്ലിൻ്റെ ശസ്ത്രക്രിയ, ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ ശസ്ത്രക്രിയ വിഭാഗം. ഇവരുടെ എല്ലാവരുടെയും ഒരു സമന്വയമായ ഇടപെടൽ മുഖേനയാണ് നമ്മൾ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി എന്ന് പറയുന്ന ഒരു പേരിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതിൽ പല ഘടകങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു പുഞ്ചിരി ആകർഷണീയമാക്കണമെങ്കിൽ അതിൽ നിരയൊത്ത പല്ലുകളും വെളുത്ത പല്ലുകളും മാത്രം പോരാ. അത് നല്ല ഉറപ്പുള്ള ആരോഗ്യകരമായ മോണ വേണം, നല്ല ചുണ്ടുകൾ വേണം. ഇതെല്ലാം കൂടി ആകുമ്പോഴാണ് ഒരു പുഞ്ചിരി ആകർഷണീയമാകുന്നത്. അപ്പോൾ ഇതിന് ഒരുപാട് നൂതനമായിട്ടുള്ള ചികിത്സാ രീതികൾ ഇന്ന് ഡെന്റിസ്ട്രി അല്ലെങ്കിൽ ദന്തചികിത്സാ രംഗത്ത് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പം ദന്തക്രമീകരണ വിഭാഗത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നിര തെറ്റിയ പല്ലുകൾ നമുക്ക് നേരത്തെ പണ്ടുള്ളതാണ് മുത്തുകമ്പി, പിന്നെ ഒറ്റക്കമ്പി. അതൊക്കെ ഇപ്പോൾ ചിലർക്കെങ്കിലും ചിരിക്കുമ്പോൾ ഒരു ഭംഗിക്കുറവ് തോന്നാറുണ്ട്. മുത്തുകമ്പിയൊക്കെ ഇടുമ്പോൾ ഫിക്സഡ് അപ്ലയൻസ് തെറാപ്പി എന്ന് പറയും. അതിന് പകരം നമുക്കിപ്പോൾ സെറാമിക് ബ്രാക്കറ്റ്സ്, അതായത് നമ്മൾക്കത് കാണാൻ കഴിയില്ല ഒട്ടിച്ചിരിക്കുന്നത്, സെറാമിക് ബ്രാക്കറ്റ്സ് അവൈലബിൾ ആണ്. പിന്നെ പല്ലിൻ്റെ ഉൾഭാഗത്ത് ഘടിപ്പിച്ച് കൊണ്ട് പല്ലിൻ്റെ നിര ശരിയാക്കുന്ന ലിംഗ്വൽ ഓർത്തഡോണ്ടിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. പിന്നെ പല്ലുകളുടെ ക്യാപ്പ് ഇടുന്നതാണെന്ന്. പിന്നെ ക്ലിയർ അലൈനേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഉപയോഗത്തിലൂടി നമുക്ക് ഒരു സെറ്റ് ഓഫ് ട്രേസ് പേഷ്യൻറ്റിന് കൊടുത്തിട്ട് ഒരു 10-60 ട്രേസ് യൂസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. അതായത് നമുക്ക് അവസാനത്തെ എൻഡ് റിസൾട്ട് എന്താണെന്ന് സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഉപയോഗത്തിലൂടെ നമുക്ക് അറിയാൻ കഴിയും. അവസാന റിസൾട്ട് നമുക്ക് എന്താണ് പേഷ്യൻറ്റിന് വേണ്ടത്, പേഷ്യൻ്റെ ആവശ്യം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു ഇൻട്രാഓറൽ സ്കാനറിൻ്റെ എല്ലാം ഉപയോഗത്തോടു കൂടി കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൻ്റെ ഉപയോഗത്തോടു കൂടി നമ്മൾ നേരത്തെ തന്നെ പ്രീ പ്രോഗ്രാംഡ് ആയിട്ട് ഒരു സെറ്റ് ഓഫ് ട്രേസ് പേഷ്യൻറ്റിന് നൽകുകയാണ്. അപ്പോൾ അതവർക്ക് രാത്രിയിൽ യൂസ് ചെയ്യാം. ഏകദേശം ഒരു 50 മുതൽ 60 ട്രേസ് വരെ ഉണ്ടാവും. ക്ലിയർ അലൈനേഴ്സ് എന്ന് പറയും. അപ്പോൾ അവർക്ക് അത് കോസ്മെറ്റിക് ഡെന്റിസ്ട്രിയിലൂടെ തന്നെ അവർക്ക് ഈ മുത്തുകമ്പിയുടെ ഒരു അരോചകത്വം ഇല്ലാതെ തന്നെ അവർക്ക് ദന്തക്രമീകരണത്തിന് സാധിക്കുന്നു. പിന്നെയുള്ളത് നമുക്ക് വെനിയേഴ്സ് എന്ന് പറയുന്നതാണ് നൂതനമായ മറ്റൊരു ചികിത്സാ രീതി. അതായത് നമ്മളൊരു ഫുൾ
ക്രൗൺ, അതായത് മൊത്തത്തിലുള്ള ഒരു ക്യാപ്പ് ഇടുന്നതിന് പകരം പല്ലിൻ്റെ കാണുന്ന വശത്ത് മാത്രം ചെറിയൊരു സെറാമിക് പാളി പോലെ ഒരു വളരെ അർത്ഥസുതാര്യമായ ഒരു സെറാമിക് പാളിയാണ്. അത് മാത്രം ഫിക്സ് ചെയ്തുകൊണ്ട് പല്ലിൻ്റെ ചെറിയ രീതിയിലുള്ള അലൈൻമെൻറ്റുകൾ, ചെറിയ തിരിഞ്ഞ് ഇരിക്കുന്ന പല്ലുകളാണെങ്കിലും ചെറിയ കറകൾ, അങ്ങനെ പിന്നെ പല്ലിൻ്റെ ആകൃതിയിലുള്ള വ്യത്യാസം, അതെല്ലാം നമ്മൾക്ക് ഈ വെനിയേഴ്സ്, സെറാമിക് വെനിയേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചികിത്സിക്കാൻ കഴിയും. അതുപോലെ തന്നെ മോണരോഗ വിഭാഗത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ചിലർക്ക് പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് കറുത്ത മോണ ഉള്ള ആളുകളുണ്ട്. ചിലർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ലേസർ മുഖേനയുള്ള ചികിത്സകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന ക്രൗണുകളാണെന്നുണ്ടെങ്കിൽ മെറ്റൽ സെറാമിക്, അതായത് അകത്ത് ലോഹവും പുറത്ത് സെറാമിക് കോട്ടിങ്ങും വരുന്ന തരത്തിലുള്ള ക്യാപ്പുകളായിരുന്നു. ഇപ്പോൾ നമുക്ക് ഫുൾ സെറാമിക് ക്യാപ്പുകൾ അവൈലബിൾ ആണ്. ഒന്ന് ഇടപെടുകയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. അഹമ്മദാബാദിൽ നിന്നും അനിതയാണ്. അനിത, ഡോക്ടറോട് ചോദിച്ചോളൂ. അനിത. അനിത ചോദിച്ചോളൂ. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് ഡോക്ടർ. നമ്മുടെ ചിരി അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നമുക്കൊരു ഡിസൈൻ ചെയ്യാം, ഒരു സ്മൈൽ ഡിസൈൻ, അങ്ങനെ ഒരു കാര്യം സാധ്യമാണോ? നമ്മുടെ മോണ പുറത്ത് കാണാതെയുള്ള ചിരി എത്രത്തോളം സുന്ദരമാക്കാൻ കഴിയും? സ്മൈൽ ഡിസൈനിങ് എന്ന് പറയുന്നത് കോസ്മെറ്റിക് ഡെന്റിസ്ട്രിയിലെ ഒരു നൂതനമായ ഒരു ചികിത്സാ രീതിയാണ്. ഇതിൽ നമ്മൾ ആദ്യമേ രോഗിക്ക് എന്താണ് ആവശ്യമെന്നുള്ളത്, അവരുടെ ആവശ്യം മനസ്സിലാക്കുന്നു. അവരുടെ പല്ലിൻ്റെയും അതുപോലെ മോണയുടെയും എല്ലിൻ്റെയും എല്ലാ രൂപഘടനകളെല്ലാം നന്നായിട്ട് അസസ് ചെയ്തതിന് ശേഷം നമ്മൾ പേഷ്യൻ്റെ ഫോട്ടോഗ്രാഫ്സ് അല്ലെങ്കിൽ സ്റ്റഡി മോഡൽസ് നമ്മൾ അളവെടുത്ത് അതിൻ്റെ മോഡൽ ഉണ്ടാക്കുകയോ, അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഇൻട്രാഓറൽ സ്കാനേഴ്സ് അവൈലബിൾ ആണ്. അതായത് വായ്ക്കകത്ത് തന്നെ നേരിട്ട് നമുക്കൊരു മോണിറ്ററിൽ കാണാൻ കഴിയും എന്തൊക്കെയാണ് നമ്മുടെ പല്ലിൻ്റെയും മോണയുടെയും ഒക്കെ പ്രശ്നങ്ങൾ എന്നുള്ളത് അറിയാൻ കഴിയുന്നു. അതിനെ ഒരു പ്രീ പ്രോഗ്രാംഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിലേക്ക് കടത്തിയിട്ട് നമ്മൾക്ക് ഈ പേഷ്യൻറ്റിൻ്റെ രൂപത്തിനും അദ്ദേഹത്തിൻ്റെ ആകൃതിക്കും അനുസരിച്ച് എങ്ങനെ ഏറ്റവും ആകർഷണീയമായ രീതിയിൽ ഒരു പുഞ്ചിരി നമ്മൾക്ക് നിർമ്മിക്കാം, അല്ലെങ്കിൽ അതിനെ നിർമ്മിക്കാനായി സഹായിക്കാം എന്നുള്ളത് നമ്മൾക്കൊരു കമ്പ്യൂട്ടറിൻ്റെ ഒരു സഹായത്തോട് കൂടി തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ അതിനനുസരിച്ച് ആണ് ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോകുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രത്യേക ശാഖയല്ല, പല പല ശാഖകളുടെ സമന്വയമായ ഒരു ഇടപെടലിലൂടെയാണ് നമ്മൾ സ്മൈൽ ഡിസൈനിങ് ചെയ്യുന്നത്. ഓക്കെ ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, ഇപ്പോൾ നമ്മളോടൊപ്പം വീണ്ടും ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ബിജു ആണ്. ബിജു, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടറെ നമസ്കാരം. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ പല്ലിൽ മഞ്ഞ കളർ കളയാനായിട്ട് നമ്മൾ എന്ത് ടൈപ്പ് എന്താണ് ചെയ്യേണ്ടത്? മഞ്ഞ കളറ് പല കാരണങ്ങൾ കൊണ്ടും വരാം. ഒന്ന് നമ്മൾ സ്മോക്കിംഗ് അല്ലെങ്കിൽ പുകവലി, പുകയില ഉപയോഗങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മഞ്ഞക്കറ പിടിക്കാം. അങ്ങനെയില്ല, അതൊന്നുമില്ല. അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ഇല്ലാത്തവർക്ക് പല തരത്തിലുണ്ട്. അത് പല്ലിൻ്റെ ഉൾഭാഗത്ത് ജന്മനാ ചിലർക്ക് പല്ല് മഞ്ഞ നിറമായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ പുറത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന കറകളുമാകാം. പുറത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന കറകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ക്ലീനിങ് ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് ഒരു ദന്താരോഗ്യ വിദഗ്ധനെ കണ്ട് ഒരു ക്ലീനിങ് ചെയ്യുന്നതോടുകൂടി തന്നെ ഈ പുറത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന ചായ കാപ്പിയുടെ ഉപയോഗം, അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെയുള്ള എന്തെങ്കിലും ശീലങ്ങൾ ഉള്ളവരാണെങ്കിൽ അത് മാറ്റാനായിട്ട് നമ്മൾക്ക് സഹായിക്കും. പിന്നെയുള്ളത് ഇൻട്രിൻസിക് സ്റ്റെയിൻസ്, അതായത് പല്ലിൻ്റെ ഉൾഭാഗത്തുള്ള കറകൾ, ഇപ്പോൾ എന്തെങ്കിലും അപകടങ്ങൾ പറ്റിയോ അങ്ങനെയൊക്കെ വന്നിരിക്കുന്ന കറകളാണെന്നുണ്ടെങ്കിൽ ബ്ലീച്ചിങ് പറ്റുമോ എന്നുള്ളത് നമുക്ക് ഡോക്ടറിനെ കണ്ടതിന് ശേഷം മാത്രമേ നിശ്ചയിക്കാൻ പറ്റുള്ളൂ. കാരണം എല്ലാ രീതിയിലുള്ള മഞ്ഞ നിറത്തിന് നമുക്ക് പല്ല് ബ്ലീച്ച് ചെയ്യുന്നത് ശരിയാവുകയില്ല. അപ്പോൾ അത് നമുക്ക് നോക്കിയിട്ടേ നിർണ്ണയിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അപ്പം തന്നെ ചെയർ സൈഡായിട്ട് പല്ലിൻ്റെ നിറം മാറ്റാനായിട്ട് കോമ്പോസിറ്റ് പോലെയുള്ള പല്ലിനോട് ഒട്ടിയിരിക്കുന്ന നിറത്തിലുള്ള പല്ലിൻ്റെ അതേ നിറത്തിലുള്ള ഫില്ലിംഗ് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. അതുപയോഗിച്ച് നമ്മൾക്ക് പല്ലിൻ്റെ നിറം മാറ്റാൻ കഴിയും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ, നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ പാളികൾ പോലെയുള്ള അർത്ഥസുതാര്യമായ സെറാമിക് പാളികളുണ്ട്. വെനിയർ എന്നൊക്കെ പറയും, വെനിയർ, ലുമിനിയർ എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു നമുക്കൊരു പ്രിപ്പറേഷൻ പോലും ആവശ്യമില്ലാതെ നേരെ തന്നെ ഒട്ടിക്കാൻ പറ്റുന്ന ലുമിനിയേഴ്സും ഇപ്പോൾ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകളും ഉണ്ട്.
ഡോക്ടർ പ്രേക്ഷകന് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ നേരത്തെ സംസാരിച്ചു നമ്മുടെ ദന്ത സംരക്ഷണം അത് നമ്മൾ തന്നെയാണ് ആദ്യം ചെയ്യേണ്ടതെന്ന്. അങ്ങനെയാണെങ്കിൽ ദന്ത സംരക്ഷണത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ്, ബ്രഷ് തിരഞ്ഞെടുക്കുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ തന്നെ ദന്തരോഗങ്ങൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് തടയാൻ കഴിയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ദന്ത ശുചീകരണം നമ്മുടെ ആദ്യത്തെ പല്ല് വായ്ക്കകത്ത് വരുന്നപ്പോൾ തൊട്ട്, അതായത് പാൽപ്പല്ല് തൊട്ടുള്ള ദന്തപരിപാലനം വളരെ അത്യന്താപേക്ഷിതമാണ്. പിന്നെ അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ആ പാൽപ്പല്ല് തൊട്ട് നമ്മൾ ദന്തപരിപാലനം സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ മുതിർന്നവർ കാണുന്നുണ്ടെങ്കിൽ യൂഷ്വലി സോഫ്റ്റ് അല്ലെങ്കിൽ മീഡിയം ആയിട്ടുള്ള ടൂത്ത് ബ്രഷുകളാണ് നല്ലത്. ഇപ്പം ഒത്തിരി പേരെ നമ്മൾ കാണുന്നുണ്ട് പല്ല് നന്നായിട്ട് ബലത്തിൽ ബ്രഷ് ചെയ്തിട്ട് തേഞ്ഞു പോയി അത് പിന്നെ പല്ലിൻ്റെ ഇനാമിൽ നഷ്ടപ്പെടുകയും പുളിപ്പും വേദനയും ഒക്കെ ആയിട്ട് ഒത്തിരി രോഗികളെ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ പറയുന്നത് നിങ്ങൾ അത്രയും ബലം പ്രയോഗിച്ച് പല്ല് തേക്കേണ്ട ആവശ്യമില്ല. രാവിലെയും രാത്രിയും കൃത്യമായി പല്ല് തേക്കുക. സോഫ്റ്റ് അല്ലെങ്കിൽ മീഡിയം ടൂത്ത് ബ്രഷുകൾ മതിയാകും. പിന്നെ ഒത്തിരി അബ്രേസീവ് ആയിട്ടുള്ള, അതായത് കട്ടി കൂടിയ ഇപ്പോൾ പൽപ്പൊടി, ഉമിക്കരി അങ്ങനത്തെ ദന്ത സംരക്ഷണത്തിനുള്ള വസ്തുക്കളുടെ ഉപയോഗം നമ്മൾ കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. കാരണം അത് കൂടുതലായിട്ട് പല്ല് തേഞ്ഞു പോകാനും പല്ല് പുളിപ്പ് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബ്രഷുകൾ നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. പല്ല് ബ്രഷ് ചെയ്യുമ്പോൾ ഒത്തിരി ബലം കൊടുക്കേണ്ട ആവശ്യമില്ല. മോണയിൽ നിന്ന് പല്ലിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ ബ്രഷ് ചെയ്യേണ്ടത്. സൈഡ് ടു സൈഡ് അല്ല, മോണയിൽ നിന്നും പല്ലിൻ്റെ ഭാഗത്തേക്ക് എപ്പോഴും ബ്രഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഡോക്ടർ വ്യക്തമാണ്. നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്നും രമേഷാണ്. രമേഷ്, ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ രമേഷ്. ഹലോ മാഡം, നമസ്കാരം. നമസ്കാരം. ഞാൻ എന്റെ പല്ലിന്റെ കുഴപ്പങ്ങളൊന്നുണ്ടായില്ല. ഇപ്പൊ പല്ലിന്റെ ഈ ഫ്രണ്ടിലത്തെ പല്ലുകളുടെ ഇടയിൽ ഇങ്ങനെ നമ്മള് വിരലുകൊണ്ട് ഇങ്ങനെ കൊണ്ട് തട്ടുമ്പോ ഇങ്ങനെ അടർന്നു പോവാ ചെറിയ തോതില് പല്ല് പൊടിഞ്ഞു പോവുകയാണ്. വരും. അതുപോലെ തന്നെ പല്ലിന്റെ സൈഡില് മോണഭാഗത്തും അതിന്റെ പല്ലിനായിട്ടൊരു തോട് മറിയിങ്ങനെ വരിക. കുറെ പല്ലുകളുടെ ഇതൊരു തോട് കൈ വെക്കുമ്പോ പല്ല് പൊടിഞ്ഞു പോകല്ലേ നിസാരമുള്ളൂ. പക്ഷെ മോണഭാഗത്ത് പല്ലിനും നമ്മുടെ മോണയ്ക്കും ഇടയ്ക്ക് പല്ലിൽ നിന്ന് ഇങ്ങനെ ദ്രവിച്ചു പോണ മാതിരി പല്ലിന്റെ മോണയ്ക്കും ഇടയ്ക്ക് ഒരു സ്പേസ് വരുന്നു അല്ലേ? പല്ല് പുളിപ്പുണ്ടോ? പുളിപ്പുണ്ടോ പല്ലില്? പുളിപ്പുണ്ടോ? പുളിപ്പ് ചെറിയ തോതിലുള്ളൂ. അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. അതായത് നമ്മൾ കൂടുതൽ ബലം പ്രയോഗിച്ച് പല്ല് തേക്കുന്ന സമയത്ത് പല്ലിന്റെ മോണയുമായിട്ട് ചേരുന്ന ഭാഗത്ത് ഇനാമലിന്റെ കട്ടി കുറവാണ്. അപ്പോൾ അത് പെട്ടെന്ന് തേഞ്ഞു പോകും. അതാണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞത്, മോണയ്ക്കും പല്ലിന്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് പോലെ വരുന്നു എന്നുള്ളത്. അത് പിന്നീട് നമുക്ക് പുളിപ്പും വേദനയും ഒക്കെ ആയി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ വന്നു പോയത് സ്ഥിതിക്ക് നമുക്കത് അടച്ചു വെക്കാനായിട്ട് പറ്റും. അതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ സർക്കാർ ഡെന്റൽ കോളേജുകളിൽ അവൈലബിൾ ആണ്. പക്ഷേ അത് അടച്ചു കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾ നിങ്ങളുടെ ബ്രഷിംഗ് രീതി മാറ്റേണ്ടി വരും. ഞാൻ പറഞ്ഞതുപോലെ സോഫ്റ്റ് ടൂത്ത് ബ്രഷുകൾ ഉപയോഗിക്കുക. മോണയിൽ നിന്ന് പല്ലിൻ്റെ ഭാഗത്തേക്ക് ബ്രഷ് ചെയ്യുക. പിന്നെ നമ്മൾ പല്ല് ചവയ്ക്കുന്ന വശവും പല്ലിൻ്റെ ഉൾവശവും എല്ലാം ബ്രഷ് ചെയ്യണം. പക്ഷേ എപ്പോഴും മോണയിൽ നിന്ന് പല്ലിൻ്റെ ഭാഗത്തേക്ക് പതിയെ ബ്രഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പം നമ്മൾ എത്ര വിചാരിച്ചാലും പല്ലിൽ ഉണ്ടാകുന്ന ഇത്തിൾ പോലെയുള്ള കട്ടി കൂടിയ അഴുക്ക് അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ബ്രഷ് എത്താത്തിടത്ത് അത് ഉണ്ടാകും. അത് നമ്മൾ ഒരു ദന്താരോഗ്യ വിദഗ്ധനെ കണ്ട് നമ്മൾ ക്ലീൻ ചെയ്താൽ മാത്രമേ അത് മാറുകയുള്ളൂ. അല്ലാതെ നമ്മൾ ബ്രഷ് ചെയ്യുന്നത് കൊണ്ട് അതൊരിക്കലും പോകില്ല. അപ്പോൾ അത് പോകാൻ വേണ്ടി ഒത്തിരി പേര് നല്ല ബലത്തിൽ ഇങ്ങനെ ബ്രഷ് ചെയ്യാറുണ്ട്. അപ്പോഴാണ് ഈ പല്ല് പുളിപ്പും അങ്ങനെയുള്ള ഈ പറഞ്ഞ പോലെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഡോക്ടർ പ്രേക്ഷകന് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ പല്ലിലുണ്ടാകുന്ന വിടവുകൾ, പൊട്ടലുകൾ, മറ്റ് കേടുപാടുകൾ, ഇവയ്ക്കിപ്പോൾ ആധുനികമായിട്ടുള്ള ചികിത്സാ രീതികൾ അതെന്തൊക്കെയാണ്? അതുപോലെ തന്നെ വെനീർ ഫിക്സ് ചെയ്യുന്ന വിടവുകൾ നികത്തുക, അപ്പോൾ ആ ഒരു ചികിത്സാ രീതിയെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ? പല്ലിൻ്റെ ഇടയ്ക്കുണ്ടാകുന്ന വിടവുകൾ ചിലർക്ക് ഫ്രണ്ടിലുള്ള 2 പല്ലിൻ്റെ ഇടയ്ക്ക് മാത്രമായിരിക്കും വിടവുകൾ ഉണ്ടാവുക. ചിലർക്ക് മൊത്തത്തിൽ എല്ലാ പല്ലുകളിലും വിടവുണ്ടാകും. അപ്പം വിടവുണ്ടാകുമ്പോൾ ചെറിയ രീതിയിലുള്ള വിടവുകൾ ഫ്രണ്ടിലത്തെ 2 പല്ലുകൾക്കിടയിലുള്ള വിടവുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോമ്പോസിറ്റ് പോലെയുള്ള ഫില്ലിംഗ് മെറ്റീരിയലുകളുണ്ട്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അന്നേരം തന്നെ പല്ലിനെ നമുക്ക് റീകോണ്ടൂർ, അതായത് അതിൻ്റെ ഒരു ആകൃതി മാറ്റി
ആ ഗ്യാപ്പ് അടയ്ക്കുന്ന രീതിയിൽ അന്നേരം തന്നെ ആക്കി കൊടുക്കാനായിട്ട് കഴിയും. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾക്ക് വെനീർ സെറാമിക് പാളികൾ പോലെയുള്ള വെനീർ പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് ഫ്രണ്ടിലുള്ള പല്ലുകളുടെ മാത്രമുള്ള ചെറിയ ഒരുവിധം ഒത്തിരി വലുതല്ലാത്ത വിടവുകളാണ് ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂങ്കിൽ നമ്മൾക്ക് അത് വെനീർ ഉപയോഗിച്ചും മാറ്റാൻ കഴിയും. അല്ലെങ്കിൽ നമ്മൾക്ക് ഓർത്തഡോണ്ടിക്സ്, അതായത് ദന്തക്രമീകരണ വിഭാഗത്തിൻ്റെ സഹായം തേടി നമ്മൾക്ക് പല്ല് കമ്പി, ഒറ്റക്കമ്പിയോ അല്ലെങ്കിൽ മുത്തുകമ്പിയോ ഇട്ട് മൊത്തത്തിലുള്ള വിടവുകൾ നമ്മൾക്ക് അടയ്ക്കാനായിട്ട് സാധിക്കും. പല്ല് പൊട്ടിപ്പോയതാണെങ്കിലും ഈ പറഞ്ഞതുപോലെ ഡയറക്റ്റ് ആയിട്ടുള്ള എസ്തെറ്റിക് ഡെന്റിസ്ട്രി അല്ലെങ്കിൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രിയിൽ പല്ലിൻ്റെ അതേ നിറത്തിലും ഷെയ്ഡിലുമുള്ള ഫില്ലിംഗ് മെറ്റീരിയലുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം അന്നേരം തന്നെ നമുക്ക് പേഷ്യൻ്റ് വന്നാൽ അപ്പോൾ തന്നെ നമുക്കത് ചെയ്ത് വിടാൻ പറ്റുന്ന രീതിയിലുള്ള ഫില്ലിംഗ് മെറ്റീരിയൽസ് ഉണ്ട്. പിന്നെ കുറച്ചും കൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ സൗന്ദര്യത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വെനീർ അല്ലെങ്കിൽ ക്രൗൺ, കുറച്ചും കൂടി നല്ല ഗ്യാപ്പുകളൊക്കെയാണ്, പല്ലിൻ്റെ ആകൃതി തന്നെ മാറ്റമുണ്ട്, ചെറുതായിട്ട് തിരിഞ്ഞും മറിഞ്ഞും ഒക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾക്ക് ക്രൗണുകളും സെറാമിക് ക്രൗണുകൾ അവൈലബിൾ ആണ്, അതും കൊടുക്കാനായിട്ട് സാധിക്കും. ഡോക്ടർ, പല്ല് പൊഴിഞ്ഞു പോവുക, അതുപോലെ നഷ്ടപ്പെടുക, ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും പുതിയ നൂതനമായ ഒരു ചികിത്സാ മാർഗങ്ങൾ അതെന്തൊക്കെയാണ്? ഈ ഡെൻ്റൽ ഇംപ്ലാന്റ് ചെയ്യുക, അതൊക്കെ എങ്ങനെയാണ്? അതെ, പല്ല് പൊഴിഞ്ഞു പോയാൽ നമ്മൾക്കത് റീപ്ലേസ് ചെയ്യാനായിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ട്. അതിൽ സൂചിപ്പിച്ചതുപോലെ നൂതനമായ ഒരു ചികിത്സാ രീതിയാണ് ഡെൻ്റൽ ഇംപ്ലാന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഡെൻ്റൽ ഇംപ്ലാന്റ് അത് കൃത്രിമ ദന്ത ചികിത്സാ വിഭാഗത്തിൽ പ്രോസ്റ്റഡോണ്ടിക്സിൽ അല്ലെങ്കിൽ ഇംപ്ലാന്റോളജിസ്റ്റിനെയാണ് നമ്മളത് സമീപിക്കേണ്ടത്. അപ്പോൾ അതെന്ന് പറയുന്നത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് നമ്മൾക്ക് അടുത്തുള്ള പല്ലുകളെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാതെ പോയ ഭാഗത്തുള്ള പല്ല് മാത്രം നമ്മൾക്ക് ഉറപ്പിച്ച് മോണയിലേക്ക് വെക്കാൻ കഴിയും. അതുമാത്രമല്ല, നമ്മുടെ മോണയിൽ നിന്ന് വരുന്ന പോലെ തന്നെയുള്ള ആ ഒരു കാഴ്ചയ്ക്ക് നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല വെച്ചിരിക്കുകയാണ് എന്നുള്ളത്. മോണയിലേക്ക് നമ്മളൊരു ടൈറ്റാനിയം പോലെയുള്ളൊരു ജൈവ ഒരു സൗഹാർദ്ദപരമായ ബയോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ടൈറ്റാനിയം ആണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ടൈറ്റാനിയം പോലെയുള്ള സ്ക്രൂസ് നമ്മൾ സർജിക്കലി ഒരു ശസ്ത്രക്രിയയുടെ സഹായത്തോടു കൂടി ആ പോയ ഭാഗത്തേക്ക് പിടിപ്പിച്ചതിന് ശേഷം ഒരു ഹീലിംഗ് പീരീഡ് ഉണ്ട്. അതായത് നമ്മുടെ മോണയും നമ്മുടെ എല്ലും, മോണയുടെ താടി എല്ലുമായിട്ട് അത് ഇഴുകിച്ചേരാനായിട്ടുള്ള കുറച്ച് സമയം നമ്മൾ കൊടുക്കും. ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ക്യാപ്പ് വെക്കാനായിട്ട് പറ്റും. അല്ല, സാധാരണ രീതിയിൽ നമ്മളൊരു 4 മാസം മുതൽ 6 മാസം വരെ ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് അവിടെ ക്യാപ്പ് വെക്കാവുന്നതാണ്. അപ്പോൾ സാധാരണ ഒരു പല്ല് പോലെ തന്നെ നമുക്കത് രൂപത്തിലും ആകൃതിയിലും ഉണ്ടായിരിക്കും. പിന്നീട് നേരത്തെ ഉണ്ടായിരുന്ന മറ്റ് ചികിത്സാ രീതികളാണ് ബ്രിഡ്ജസ് അല്ലെങ്കിൽ ഫിക്സഡ് പാർഷ്യൽ ഡെഞ്ചർ എന്ന് പറയും. അതായത് ഒരു പല്ല് പോയിരിക്കുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള 2 പല്ലുകളുടെ സഹായത്തോടു കൂടി നടുക്ക് പോയ പല്ലുകൾ വെക്കുക. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അടുത്തുള്ള 2 പല്ലുകൾ നമ്മൾ അവിടെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നു, അതിലും കൂടി നമ്മൾ ക്യാപ്പ് ഇടേണ്ടി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഡെൻ്റൽ ഇംപ്ലാന്റിൽ ആ പ്രശ്നം വരുന്നില്ല, നമുക്ക് പോയ പല്ലുകൾ മാത്രമായിട്ട് വെക്കാൻ കഴിയും. അത് പിന്നെയുള്ളത്, നമുക്കിപ്പോൾ മൊത്തം പല്ലുകൾ പോയിട്ടുണ്ട് എങ്കിൽ പോലും നമുക്ക് ഇംപ്ലാന്റ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഡെഞ്ചേഴ്സ് അവൈലബിൾ ആണ്. 2 or 3 ഇംപ്ലാന്റുകൾ താടിയലയിൽ ഇട്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് ഫിക്സഡ് ആയിട്ട് ഡെഞ്ചർ, അതായത് വെപ്പ് പല്ല് നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, നമ്മൾ ഈ വെപ്പ് പല്ല് ഉപയോഗിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ലേസർ ചികിത്സാ രീതി, അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? വെപ്പ് പല്ല് ഉപയോഗിക്കുമ്പോൾ വെപ്പ് പല്ല് പല രീതിയിലുള്ള വെപ്പ് പല്ലുകളുണ്ട്. ഇപ്പോൾ നമ്മൾ സാധാരണ പണ്ട് തൊട്ടേ കണ്ടു തുടങ്ങിയിരിക്കുന്നതാണ് അക്രിലിക്കിൻ്റെ പല്ലുകളാണ്. അത് ചിലർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്, അത് ഭയങ്കര ബൾക്കി ആയിട്ട് ഫീൽ ചെയ്യും, അവിടെ ഇവിടെ തട്ടുന്നത് പോലെ തോന്നാറുണ്ട്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് അത് ഡോക്ടറിനോട് തന്നെ ചോദിച്ച് അതെങ്ങനെയാണ് എടുക്കുക വെക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഡോക്ടറിനോട് ചോദിച്ച് മനസ്സിലാക്കുക. അത് ഒരു കാരണവശാലും അത് രാത്രിയിൽ വെച്ചുകൊണ്ട് കിടക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് വെള്ളത്തിലിട്ട് അടച്ച് തന്നെ വെക്കണം, വൃത്തിയായിട്ടത് സൂക്ഷിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വായുടെ അകത്തുള്ള മൃദുകോശങ്ങൾക്ക് എന്തെങ്കിലും ക്ഷതമൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ വെപ്പ് പല്ലുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, സ്ഥിരമായി ഏതെങ്കിലും ഒരു ഭാഗത്ത് മുറിവുകളോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ നമ്മളൊരു ദന്താരോഗ്യ വിദഗ്ധനെ കണ്ട് അതിൽ വേണ്ട ചേഞ്ചസ് അതൊന്ന് സ്മൂതൻ ചെയ്യുകയോ ഗ്രൈൻഡ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്ത് ആ വെപ്പ് പല്ലിനെ ശരിയാക്കണം. അല്ലെന്നുണ്ടെങ്കിൽ അത് മറ്റു രോഗങ്ങളിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. സ്ഥിരമായി നമ്മുടെ വായിൽ ഒരു ഭാഗത്ത് എപ്പോഴും ഒരു മുറിവുണ്ടാകാനായിട്ട് പാടില്ല. പിന്നെ സൂചിപ്പിച്ചതുപോലെ ലേസർ ചികിത്സ
ലേസർ ചികിത്സ നമ്മൾ സാധാരണ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മളിപ്പോൾ ലേസർ ചികിത്സ ദന്തസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മുടെ മോണയുടെ ഡീപിഗ്മെൻറ്റേഷൻ തെറാപ്പി, അതായത് ചിലർക്ക് കറുത്ത മോണയായിരിക്കും, അപ്പോൾ അത് നമ്മൾക്ക് മാറ്റാനായിട്ട് ഉള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ലേസർ ഡീപിഗ്മെൻറ്റേഷൻ തെറാപ്പീസ് അവൈലബിൾ ആണ്. പിന്നെ പല്ല് പുളിപ്പിന് നമ്മൾ ലേസർ യൂസ് ചെയ്യുന്നുണ്ട്. പെട്ടെന്നുള്ള ഒരു മാറ്റമാണ് രോഗികൾക്ക് സാധാരണ അനുഭവപ്പെടാറുള്ളത്. നല്ല പല്ല് തേഞ്ഞു പോയിട്ട് പുളിപ്പുള്ള ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയും, അതിൽ നമ്മൾ ലേസർ ഉപയോഗിക്കുന്നുണ്ട്. റൂട്ട് കനാൽ തെറാപ്പിയിൽ നമ്മൾ ലേസർ ഉപയോഗിക്കാറുണ്ട്. പല്ലിൻ്റെ ഉൾവശം ക്ലീൻ ചെയ്യാനും അതിനെ ഡിസിൻഫെക്റ്റ് ചെയ്യാനും, അതായത് അണുനശീകരണത്തിന് വേണ്ടിയിട്ടും മറ്റും നമ്മൾ ലേസർ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ശസ്ത്രക്രിയയിൽ ചെറിയ രീതിയിലുള്ള ശസ്ത്രക്രിയകളൊക്കെ നമ്മൾക്ക് ലേസർ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ഗവേഷണം കാണിച്ചിരിക്കുന്നത് അതിൻ്റെ ഹീലിംഗ് പീരീഡ്, അതായത് അത് മുറിവ് ഉണങ്ങാനുള്ള സമയം വളരെ കുറവാണ്. നമ്മൾ മറ്റ് രീതിയിലുള്ള ശസ്ത്രക്രിയ ചെയ്യുന്നതിനെക്കാട്ടിലും ലേസർ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ മുറിവ് ഉണങ്ങുകയും പെട്ടെന്ന് ഹീലിംഗ് സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ഡോക്ടർ വ്യക്തമാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ഓച്ചിറയിൽ നിന്നും താജുദ്ദീനാണ്. താജുദ്ദീൻ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ താജുദ്ദീൻ. ഹലോ പറഞ്ഞോളൂ കേൾക്കാം. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഹലോ, നമസ്കാരം. ഡോക്ടർ, ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ഡോക്ടർ, നമ്മുടെ പല്ലുകൾ, അത് നമ്മൾ സംസാരിച്ചു, പല്ലുകളെ കൊണ്ട് സംസാരിച്ചു. അപ്പം ഈ നിരയൊത്ത പല്ലുകൾ അതെങ്ങനെയാണ് ഒരാൾക്ക് സ്വായത്തമാക്കാൻ കഴിയുന്നത്? ഈ കമ്പി ഇടാതെ തന്നെ പല്ലുകൾ എങ്ങനെ നേരെയാക്കാൻ കഴിയുമോ? അതിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പാൽപ്പല്ലുകൾ വരുമ്പോൾ അത് നമ്മൾ രക്ഷിതാക്കളിൽ നിന്ന് തുടങ്ങേണ്ടിയിരിക്കുന്നു. കാരണം കുട്ടികൾക്ക് അറിയില്ലല്ലോ. എല്ലാവരും ഒരു അവഗണിക്കുന്ന ഒരു സ്റ്റേജാണ് ഇത് പാൽപ്പല്ലല്ലേ, ഇത് പോയിട്ട് വേറെ പല്ലുകൾ വരുമല്ലോ എന്നുള്ളത്. പാൽപ്പല്ലാണ് ഇതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ താടിയെല്ലിൻ്റെ വളർച്ച ആകുന്നത് വരേക്കും പുതിയ സെറ്റ് ഓഫ് പല്ലുകൾ, മനുഷ്യന് പ്രകൃതി നൽകിയിരിക്കുന്നത് 2 സെറ്റ് പല്ലുകളാണ്. 20 പാൽപ്പല്ലുകളും 32 പെർമനൻറ്റ് ടീത്ത് അല്ലെങ്കിൽ സ്ഥിരദന്തവുമാണ് നമുക്ക് പ്രകൃതി തന്നിരിക്കുന്ന 2 സെറ്റ് പല്ലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാൽപ്പല്ലുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ താടിയെല്ലിൻ്റെ വളർച്ചയ്ക്കും അത് കഴിഞ്ഞ് അത് പൊഴിഞ്ഞു പോകുമ്പോൾ അടുത്ത പല്ലിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ പാൽപ്പല്ല് ഉള്ളത്. അപ്പോൾ അത് കൃത്യസമയത്തിന് പാൽപ്പല്ലുകൾ ആടി തുടങ്ങുന്ന സമയത്തിന് അത് ഇളകിപ്പോയിട്ടില്ലെങ്കിൽ അത് ഇളക്കി കൊടുക്കേണ്ടത് ഒരു ദന്താരോഗ്യ വിദഗ്ധനെ സന്ദർശിച്ച് അത് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. അതവിടെ റീറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്ന പല്ലുകൾ നിരതെറ്റിയായിരിക്കും വരിക. പിന്നെയുള്ളത് കേട് കാരണവും മറ്റും നേരത്തെ തന്നെ പാൽപ്പല്ലുകൾ പൊഴിഞ്ഞു പോവുക. ഇപ്പം പാൽപ്പല്ലുകൾ 10 മുതൽ 12 വയസ്സിൽ ഒക്കെ പൊഴിഞ്ഞു പോകേണ്ട പാൽപ്പല്ലുകൾ ഒരു 6 വയസ്സിൽ തന്നെ പൊഴിഞ്ഞു പോവുകയാണെങ്കിൽ ആ സ്പേസ് അങ്ങ് അടഞ്ഞു പോകും. അപ്പോൾ പിന്നെ അടുത്ത് വരുന്ന നമ്മുടെ സ്ഥിരദന്തം വരുന്നത് നിരതെറ്റിയായിരിക്കും. അപ്പം നിരയുള്ള പല്ലുകൾക്ക് നമ്മൾ ചെറുതിലേ തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ രക്ഷിതാക്കളിൽ നിന്ന് തുടങ്ങണം. നമ്മൾക്ക് ഒരു വളർന്നു വരുന്ന തലമുറയ്ക്ക് നിരയൊത്ത ഒരു പല്ല് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുപ്പത്തിലേ തന്നെ അത് ശ്രദ്ധിച്ച് തുടങ്ങണം. പിന്നെ ഉള്ളത് കേടുള്ള പല്ലുകൾ നമ്മൾ കഴിയുന്നതും കേട് തുടങ്ങുമ്പോൾ തന്നെ ഡോക്ടറെ പോയി കണ്ട് അത് ചികിത്സിക്കാനാക്കി നോക്കുക. കാരണം ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് റൂട്ട് കനാൽ തെറാപ്പിയും ചെയ്ത് അതും കഴിഞ്ഞു പോകുന്ന സിറ്റുവേഷൻ ഉണ്ട്. തീരെ കുറ്റിപ്പല്ലുകളായിട്ടൊക്കെയുള്ള അവസ്ഥയിലേക്ക് വരുമ്പോൾ നമുക്കത് എടുത്ത് കൊടുക്കാതെ മറ്റവസ്ഥയില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എത്തുന്നത് വരെ നോക്കിയിരിക്കാതെ കേട് തുടങ്ങുമ്പോൾ തന്നെ ഡോക്ടറിനെ കാണിച്ച് അത് അടയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പല്ലുകൾ ആ സ്ഥലത്ത് തന്നെ കൃത്യമായിട്ട് ഇരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നിര തെറ്റി പോവാതിരിക്കാൻ നമ്മുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധിക്കാനുള്ള കാരണങ്ങൾ. പിന്നെ ചിലർക്ക് താടിയെല്ലിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടും ഒക്കെ പല്ലുകൾക്ക് നിര തെറ്റാറുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഞെരുക്കം ഉണ്ടാവാറുണ്ട്. അതൊക്കെ നമുക്കൊരു ദന്താരോഗ്യ വിദഗ്ധനെ കാണിച്ചിട്ട് തന്നെ ശരിയാക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഡോക്ടർ വ്യക്തമാണ്. ഡോക്ടർ, അതുപോലെ തന്നെ നമ്മുടെ പല്ല് ക്ലീൻ ചെയ്യേണ്ട ഒരു കാലാവധി, അങ്ങനെ ഒരു കാലാവധി ഉണ്ടോ? അത് ഏത് ഘട്ടത്തിലാണ് നമ്മൾ പല്ല് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരുന്നത്? നമ്മൾ ഒരു വർഷത്തിൽ 6 മാസത്തിലൊരിക്കൽ ഒരു ദന്താരോഗ്യ വിദഗ്ധനെ കാണിച്ച് പല്ല് ക്ലീൻ ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമ്മൾ എത്ര നന്നായി ബ്രഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും
നമ്മുടെ കൈകൾക്ക് എത്താൻ കഴിയാത്ത, ബ്രഷുകൾക്ക് എത്താൻ കഴിയാത്ത ഏരിയ ഉണ്ടാവും പല്ലിനകത്ത് സൈഡിലുമൊക്കെ. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ പ്ലാക്ക് എന്ന് നമ്മൾ പറയുന്നത് അടിഞ്ഞുകൂടി കുറച്ച് നാൾ കഴിയുമ്പോൾ അത് കട്ടി പിടിക്കും. അത് നമ്മൾ പിന്നെ എത്ര ബ്രഷ് ചെയ്താലും അത് പോകത്തില്ല. അപ്പോൾ അത് നമ്മൾ 6 മാസത്തിലൊരിക്കലെങ്കിലും ഒരു ദന്താരോഗ്യ വിദഗ്ധനെ കാണിച്ച് അത് ക്ലീൻ ചെയ്യുക തന്നെ വേണം. ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് പല്ലിന് മറ്റൊരു ദോഷവും വരില്ല. അത് പൊതുവേ ഉള്ളൊരു മിഥ്യാധാരണയാണ് പല്ല് ക്ലീൻ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. 6 മാസത്തിലൊരിക്കൽ നമ്മൾ പല്ല് ക്ലീൻ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഡോക്ടർ, വ്യക്തമാണ്. നമ്മുടെ ദന്ത ആരോഗ്യത്തെക്കുറിച്ചും പല്ല് സംരക്ഷിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ കോസ്മെറ്റിക് ഡെന്റിസ്റ്റിയെക്കുറിച്ചുമുള്ള സംശയങ്ങളും മറ്റ് മറുപടികളും ഒക്കെയായിരുന്നു ഇന്ന് ഹലോ ഡോക്ടർ ചർച്ച ചെയ്തത്. നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്തത് ഗവൺമെൻറ് ഡെൻ്റൽ കോളേജിലെ കൺസൾട്ടേറ്റീവ് ഡെന്റിസ്റ്റ് ആൻഡ് എൻഡോഡോണ്ടിക് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ മൃദുല പരമേശ്വരനാണ്. ഡോക്ടർ, നന്ദി. നന്ദി. ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി.